തെറ്റാത്ത ഒരു മഹാത്മാവിന്റെ കഥയാണ് ഈ സുധാമാചരിതം അല്ലെങ്കിൽ കുചേലോപാഖ്യാൻ എന്ന് പറയുന്നത്. അങ്ങേയറ്റത്തെ ദാരിദ്ര്യമുണ്ടായിട്ടും അദ്ദേഹത്തെ വർണ്ണിക്കുമ്പോൾ ഭാഗവതം വർണ്ണിക്കുന്നത് പ്രശാന്താത്മാ, മനസ്സിൽ പ്രശാന്തി ഉണ്ടായിരുന്നു. ദുഃഖങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുഃഖം ഒരുപക്ഷെ ദാരിദ്ര്യ ദുഃഖമായിരിക്കാം. മറ്റു ദുഃഖങ്ങളൊക്കെ അത്ര കഠിനമായ ദുഃഖമല്ല എന്ന് പറയണം. ഭക്ഷണം കഴിക്കാനില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വളരെ വലിയ ദുഃഖം തന്നെയാണ്. അങ്ങനെയുള്ള ദുഃഖത്തിൽ പോലും മനസ്സിന്റെ സമനില തെറ്റാത്തൊരു മഹാത്മാവ് എങ്ങനെ ഇദ്ദേഹത്തിന് സാധിച്ചു? പറയുന്നു ഭാഗവതം, ഗുരുകുലത്തിൽ വെച്ച് അദ്ദേഹം നേടിയെടുത്തൊരു അറിവ് തന്നെ. അതുകൊണ്ട് സുധാമാവ് പറയും, എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുരുരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണപ്രശാന്തൈ, ഗുരുവിന്റെ അനുഗ്രഹം തന്നെയാണ്. സുധാമാചരിതം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണ്. എങ്കിലും അതിന്റെ സൂക്ഷ്മമായിട്ടൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരുന്നോ നമ്മളൊക്കെ പരാതിക്കാരായിത്തീരും, ദുഃഖം പറയുന്നവരാവും. ഇവിടെ പറയുന്നു, അദ്ദേഹം തന്റെ ദുഃഖം ആരോടും പറഞ്ഞില്ല എന്നാണ്. ഇന്ദ്രിയങ്ങൾ അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. എന്ന് വെച്ചാൽ വിഷമങ്ങൾ വരുമ്പോൾ അറിയാതെ ഇന്ദ്രിയങ്ങൾ വിഷമങ്ങളെ പറയും. അതുപോലും അദ്ദേഹത്തിനുണ്ടായില്ല. എവിടുന്ന് കിട്ടി ഇത്രയും വലിയ ശക്തി? പ്രശാന്താത്മാ, പ്രശാന്തി ഉണ്ടായിരുന്നു. എവിടുന്നാണ് അങ്ങേക്ക് പ്രശാന്തി ഉണ്ടായത്? ബ്രഹ്മവിത്തമാം. അദ്ദേഹം ജീവിതത്തിന്റെ പരമാർത്ഥം ശരിക്കും മനസ്സിലാക്കി. ദുഃഖം ഇരിക്കുന്നത് മനസ്സിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആ മനസ്സിനെ ഭഗവാനിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഏത് ദുഃഖത്തിനെയും അതിവർത്തിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ജീവിതത്തിൽ അഭ്യാസം ചെയ്തു എന്നാണ്. അതുകൊണ്ട് തന്നെ സുധാമാവിനെ അങ്ങേയറ്റം ആദരിച്ചൊരു പത്നിയെ നമുക്ക് കാണിച്ചു തരികയാണ് ഭാഗവതം. ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരാളെ അദ്ദേഹത്തിന്റെ പത്നി ബഹുമാനിക്കണമെന്നില്ല. ഒരു ദരിദ്രനെ ഒരിക്കലും പത്നി ആദരിക്കാറില്ല. എന്നാൽ ഭാഗവതത്തിൽ ദരിദ്രനായിട്ടും പത്നി മഹാത്മാവായി കാണുന്നു സുധാമാവിനെ. സാധാരണ വ്യക്തിയായിട്ടല്ല കാണുന്നത് എത്രയാണ്. എന്തുകൊണ്ടാണത്? തന്റെ ഭർത്താവ് ദാരിദ്ര്യത്തിലിരിക്കുമ്പോഴും ദാരിദ്ര്യത്തിന്റെ ഒരു ദുഃഖവും വിഷമവും തന്റെ ഭർത്താവിനെ ബാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിവും വിവേകവും സുശീല എന്ന് പറയുന്ന ആ ഭാര്യയ്ക്കുണ്ടായിരുന്നു എന്നാണ്. സുശീലയ്ക്ക് മറ്റൊന്നുകൂടി അറിയാമായിരുന്നു, തന്റെ ഭർത്താവ് ഉയർന്ന തലങ്ങളിലേക്കൊന്നും താൻ ഉയർന്നിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഭർത്താവിനോട് ഇടയ്ക്കിടയ്ക്ക് പറയും, അങ്ങയ്ക്ക് വേണ്ടിയിട്ടല്ലെങ്കിലും ഒന്ന് നമുക്കൊക്കെ വേണ്ടിയിട്ട് അങ്ങയുടെ പരമസുഹൃത്ത് കൃഷ്ണനെ പോയി കണ്ടുകൂടെ? ദ്വാരകാനാഥനായിരിക്കുന്ന ഭഗവാനെ ഒന്ന് പോയി കണ്ടുകൂടെ? യാചിക്കാനല്ല പറയുന്നത്, ഒന്ന് പോയി കാണാൻ പറയുകയാണ്. കണ്ടാൽ തന്നെ തന്നെ ഭഗവാൻ കൊടുക്കും. പിന്നെയുണ്ടോ അർത്ഥകാമികളായിട്ടുള്ളവരൊക്കെ പോയി കഴിഞ്ഞാൽ വല്ലതും തരാതിരിക്കുന്നു. അതുകൊണ്ട് ഒന്ന് പോവൂ. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവർത്തിച്ചു എന്നാണ്. ഏതായാലും ഭാര്യയോടുള്ള ആദരവ് കൊണ്ട് ഒരിക്കൽ ആ കാര്യം ഏറ്റെടുക്കുന്നു. ഭാര്യയോട് ചോദിക്കുന്നു, അങ്ങനെ കൃഷ്ണനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാഴ്ച വയ്ക്കേണ്ട, എന്താണ് ദേവി ഉള്ളത് എന്ന്. നീയുള്ളിടത്ത് ഒന്നും ഉണ്ടാവാതിരിക്കില്ല എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോ 4 പിടി അവൽ ഒരു ഗൃഹത്തിൽ ചെന്ന് യാചിച്ചു കൊണ്ടുവന്നു എന്നാണ്. അങ്ങനെ 4 പിടി അവലിനെ ഒരു നല്ല വൃത്തിയുള്ള തുണിയിൽ കെട്ടി ആ മഹാത്മാവായിരിക്കുന്ന ഭർത്താവിനെ ഏൽപ്പിച്ചപ്പോ അദ്ദേഹം അതും കൊണ്ട് നടക്കുമ്പോഴൊക്കെ ചിന്തിക്കുന്നത്, പഴയ സുഹൃത്തായിരിക്കുന്ന കൃഷ്ണൻ എന്നെ കാണുമ്പോഴുണ്ടാവുന്ന ആ ആനന്ദ അത്ഭുതങ്ങളൊക്കെ തന്നെ ആലിംഗനം ചെയ്യുമോ? തന്നെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? തന്നെ തിരിച്ചറിയുമോ? വിദ്യാഭ്യാസം കുട്ടികളായിരിക്കും ഒരുമിച്ച് ചെയ്തവരാണ്. അതൊക്കെ ചിന്തിച്ച് അദ്ദേഹം ദ്വാരകയിലെത്തുന്നു. ഭഗവാൻ തന്റെ മാളിക മുകളിൽ നിന്നും സുധാമാവിനെ കാണുന്നു, ഇറങ്ങി ഓടി വരുന്നു. ഒരു നിമിഷം ഭഗവാൻ പോലും നിന്നുപോയി എന്നാണ് താൻ മനസ്സിലാക്കിയിരിക്കുന്ന സുധാമാവ്. എത്രയോ ജീവിതത്തിന്റെ പരമസത്യത്തിലേക്ക് ഉയർന്നിരിക്കുന്ന മഹാത്മാവ് അദ്ദേഹം ഇന്ന് തന്റെ മുന്നിൽ പ്രത്യക്ഷനായിട്ടിരിക്കുന്നു. ആലിംഗനം ചെയ്തു ഭഗവാൻ. ഒരു നിമിഷം ഭഗവാന്റെ കണ്ണുകളിൽ നിന്ന് ആനന്ദാശ്രുക്കൾ പൊഴിഞ്ഞു. കുറെ നേരം അവരങ്ങനെ നിന്നു. പിന്നീട് ഭഗവാൻ കൂട്ടിക്കൊണ്ടുപോയി രുക്മിണി ദേവികളോടൊക്കെ പറഞ്ഞു, നിങ്ങൾ വെഞ്ചാമരം വീശുവെന്ന്. ആ മഹാത്മാവിന്റെ പാദം കഴുകിക്കൊണ്ട് തീർത്ഥം കുടിക്കുന്നു ഭഗവാൻ. അവിടുത്തെ കൊട്ടാരത്തിൽ ആളുകളൊക്കെ ചിന്തിക്കുകയാണ്, ഇദ്ദേഹം എന്ത് പുണ്യമാവാവോ ചെയ്തിട്ടുണ്ടാവും ഇത്രയൊക്കെ ഭഗവാന്റെ ആദരവും ബഹുമാനമൊക്കെ അർഹിക്കാൻ. ഏതായാലും അവിടെ അതൊക്കെ കഴിഞ്ഞ് അവര് ഗുരുകുല വിദ്യാഭ്യാസ സമയത്തുണ്ടായ അനുഭവങ്ങളെയൊക്കെ ഇങ്ങനെ പങ്കിട്ടു.
അന്ന് ഗുരുനാഥൻ വിറകൊടിക്കാൻ പറയുന്നതും ഗുരുനാഥ പറയുന്നതും കാട്ടിൽ പോകുന്നതും അങ്ങനെ അന്ന് മഴയും ഇടിയൊക്കെ കൊണ്ടതും പിറ്റേ ദിവസം ഗുരുനാഥൻ വന്ന് അനുഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, അവിടുത്തെ പത്നി അങ്ങയെ വെറും കൈയോടുകൂടി പറഞ്ഞയക്കില്ല, എനിക്കറിയാം. എന്താണ് അങ്ങയുടെ പത്നി എനിക്ക് വേണ്ടി തന്നയച്ചിരിക്കുന്നതെന്ന്? അത് ചെറിയ സാധനമായാലും കുഴപ്പമൊന്നുമില്ല, പ്രേമത്തോടുകൂടിയിട്ടാണെങ്കിൽ മേ ഭൂരിയേമ വേ ഭവേ, എനിക്കത് വലുതായിട്ട് തോന്നും. എന്നാൽ അത് വലിയ സാധനമാണ്, അതിൽ ഭക്തിയൊന്നുമില്ല എങ്കിൽ എനിക്കത് വലിയ പ്രയോജനം ഉണ്ടാവില്ല എന്നൊരു സിദ്ധാന്തം ഭഗവാൻ പറയാണ്. എനിക്ക് എന്തു തന്നു എന്നല്ല നോക്കുക, അത് പ്രേമത്തോടുകൂടിയിട്ടാണോ തന്നു എന്ന് നോക്കാനാണ്. ഭഗവാൻ എപ്പോഴും ആവശ്യം പ്രേമമാണ്, ബാക്കിയൊന്നും ഭഗവാൻ നോക്കില്ല. ഈ ലോകത്തിലെല്ലാവർക്കും ആവശ്യം പ്രേമമാണ്. നമ്മൾ ഒരാളോട് വർത്തമാനം പറയുമ്പോൾ, ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ ഇത്തിരി സ്നേഹത്തോടും പ്രേമത്തോടുകൂടി ചെയ്താൽ തന്നെ അവർക്കത് സന്തോഷമുണ്ടാക്കും. എന്നാൽ നമ്മൾ ഒരു വലിയ കാര്യം ചെയ്തു, വലിയ സ്നേഹമൊന്നും അതിൽ കാണിച്ചിട്ടില്ലെങ്കിൽ അത് വലിയൊരു മഹത്വമൊന്നും ഉണ്ടാക്കില്ല പറയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ ഭഗവാൻ പ്രേമത്തോടുകൂടി എന്തു തന്നാലും തനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞപ്പോ ആ സുധാമാവ് തന്റെ കയ്യിലിരിക്കുന്ന അവിൽക്കിഴിയുമായിട്ട് ലജ്ജിച്ചുകൊണ്ട് താഴെ നോക്കി കൊടുത്തില്ല. പലരും പറയും ഇതൊരു നിസ്സാര വസ്തുവായതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ തോന്നായിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തോന്നിയത്രേ ഇങ്ങനെ എന്താണ് ഈ കല്ലും മുള്ളൊക്കെ നിറഞ്ഞ അവിലിങ്ങനെ ഞാൻ കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും അത് മനസ്സിലാക്കുക. പക്ഷെ ഭാഗവതം പറയുന്നു നല്ല വൃത്തിയുള്ള അവിലാണ്, അതിൽ കല്ലും മുള്ളൊന്നുമില്ല, എല്ലാം ഭംഗിയുള്ളതാണ്. എന്നിട്ടും ആ മഹാത്മാവ് ഭഗവാന് കൊടുക്കാഞ്ഞത്, താനിത് ഭഗവാന് കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ തനിക്ക് വല്ലതും തരുമ്പോ അത് കൈനീട്ടി മേടിക്കേണ്ടി വരില്ലേ, ഭഗവാന്റെ മുന്നിൽ താനൊരു യാചകനായിത്തീരില്ലേ എന്നൊരു വിഷമം കൊണ്ട് അദ്ദേഹം കൊടുത്തില്ല എന്നാണ്. അവിൽക്കിഴി പോലും ഭഗവാന് കൊടുക്കാത്തൊരു ആളെ ചിന്തിച്ചു നോക്കൂ. ദാരിദ്ര്യത്തിന്റെ ഔന്നത്യത്തിൽ നിൽക്കുമ്പോഴും തനിക്കൊന്നും വേണ്ടാത്തൊരാള് ആരാ ഉണ്ടാവുക ഈ ലോകത്തില്? ചിന്തിക്കൂ. നമ്മൾ ആ തലങ്ങളിലേക്കൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന്റെ വലിയൊരു ഭാഗ്യമാണ്. യാചകനായ ഒരു സുധാമാവിന്റെ ചരിത്രമല്ല ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നും വേണ്ടാത്തതായൊരു മഹാത്മാവ്. എങ്ങനെയുള്ള ആള്? ദാരിദ്ര്യത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴും ഒന്നും വേണ്ടാത്തൊരാള്. പൊതുവെ ഈ ഭാഗവത സപ്താഹത്തില് ഈ സുധാമാ ചരിതം അവതരിപ്പിക്കുന്നത് മിക്കവാറും അബദ്ധമായിട്ടാണ്. അവിൽക്കിഴി വെച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം തീരുന്നാണ്. നോക്കൂ, ദാരിദ്ര്യത്തിന്റെ നടുവിൽ നിൽക്കുന്നൊരു സുധാമാവിനൊന്നും വേണ്ടാത്തതായൊരു മഹാത്മാവിന്റെ ചരിത്രമാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഭഗവാൻ അവിൽക്കിഴി കൊടുക്കാൻ മടിച്ചൊരു സുധാമാവിന്റെ ചരിത്രമാണ് ഭാഗവതം പറയുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം കൊടുത്തില്ല? ഭഗവാൻ തന്നെ കാര്യം മനസ്സിലാക്കി എന്നാണ്. 85 അധ്യായത്തിൽ പറയും, സർവഭൂതാത്മദൃക്സാക്ഷാൽ തസ്യ ആഗമന കാരണം വിജ്ഞായാ ചിന്തയന്നായം ശ്രീകാമോ മാ അഭജത്പുരാ. ഇവൻ എന്നെ, ഈ മഹാത്മാവ് എന്നെ ശ്രീക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി ഇതിനു മുമ്പ് എന്നെ ഭജിച്ചിട്ടില്ല. അയാൾക്ക് സമ്പത്തിനോടും ഇതൊന്നും എന്റെ അടുത്ത് നിന്ന് അയാൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പത്നിയാ പതിവ്രതായസ്തു സഖാ പ്രിയ ചികിത്സയാ പ്രാപ്തോ മാമസ്യദാസ്യാമി സമ്പദോ മത്യദുല്ലഭം. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ പത്നിക്ക് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം വന്നിരിക്കുന്നത്, അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ആ പത്നിയെ ഞാനിതാ അനുഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കി നിശ്ചയിക്കുന്നു എന്ന് നിശ്ചയിച്ചിട്ട് ഭഗവാൻ ആ സുധാമാവിന്റെ കൈവശത്തിലിരുന്ന അവിൽക്കിഴി കണ്ടുകൊണ്ട് പറഞ്ഞു, ഹോ, ഇതാണോ അങ്ങയുടെ പത്നി കൊടുത്തയച്ചിരിക്കുന്നത്? ഇത്തം വിജിന്യവസനാചീരബദ്ധാദിജന്മന സ്വയം ജഹാരകിമിതം ഇതി പൃതുകതണ്ടുലൻ. ആ പൃതുകതണ്ടുലത്തെ അവിൽപ്പൊതിയെ ഭഗവാൻ തട്ടിയെടുത്തു എന്നാ പറയുന്നത്. ആരെ അനുഗ്രഹിക്കാൻ? സുധാമാവിന്റെ ദാരിദ്ര്യം തീർക്കാനല്ല. സുധാമാവിന് ദാരിദ്ര്യമുണ്ടായിരുന്നില്ല, മനസ്സുകൊണ്ട് അയാൾ ദരിദ്രനായിരുന്നില്ല. അയാൾ മനസ്സുകൊണ്ട് പ്രശാന്തിയിൽ ജീവിച്ചവനാണ്. ഭാര്യയുടെ ദാരിദ്ര്യം തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തട്ടിയെടുത്തു എന്നാണ്. അങ്ങനെ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞു. പിറ്റേ ദിവസം സുധാമാവ് ചോദിച്ചില്ല ഞാൻ പോവട്ടെ എന്ന്. പോവണ്ടെന്ന് ഭഗവാൻ പറഞ്ഞതുമില്ല. സുധാമാവ് ഇറങ്ങി എന്നാണ്. വരുന്ന വഴിക്ക് ചിന്തിക്കുകയാണ്, നോക്കണേ ആ ഭഗവാന്റെ കാരുണ്യം. ഭാര്യ പലതും പ്രതീക്ഷിച്ചിട്ടൊക്കെ എന്നെ പറഞ്ഞയച്ചത്, ആ ഭഗവാൻ ഒന്നും തരാതെ എന്നെ പറഞ്ഞയച്ചു എന്നത് എത്ര പരമഭാഗ്യമാണെന്നാണ് ദരിദ്രനായൊരു സുധാമാവ് പറയുന്നത്. അതനോയം ധനം പ്രാപ്യ മാദിന്നുച്ചൈനമം സ്മരേ ഇതി കാരുണികോ നൂനം
ധനം മേ അപൂരിനാഥൽ. കാരുണ്യത്താൽ ഭഗവാൻ എനിക്ക് ഒരു ധനവും തരാതെ എന്നെ പറഞ്ഞയച്ചു എന്നും. ഒരു ദരിദ്രൻ അങ്ങനെ പറയാൻ തോന്നുമോ? ഇത്തിരി ദാരിദ്ര്യമുള്ള ഒരാള് വല്ല പ്രാർത്ഥനയായിട്ട് ഗുരുവായൂരിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് ഒന്നും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ, നമ്മൾ കുറെ കാലം ഭജിച്ചിട്ട് ഒന്നും നടന്നിട്ടില്ലെങ്കിൽ നമ്മുടെ സ്വഭാവം എങ്ങനെയായിരിക്കുമോ? നമ്മളാണ് ഗുരുവായൂരപ്പന്റെ അടുത്ത് പോകണമെന്ന് വിചാരിക്കുക, ഇത്തിരി ദാരിദ്ര്യം ഉണ്ടെന്ന് വിചാരിക്കുക, എന്നിട്ട് നമുക്കൊന്നും തരാതെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ എത്ര വിഷമമുണ്ടാവും? നമ്മൾ ഈ രീതിയിൽ ചിന്തിക്കുമോ? ഒന്നും തരാത്തത്, എന്നാലും എന്റെ ഗുരുവായൂരപ്പ ഇത്രയൊക്കെ ഭജിച്ചിട്ട് ഈ ചതി എന്നോട് ചെയ്യണമെന്നോ, വല്ലതൊക്കെ തന്ന് പറഞ്ഞയച്ചുകൂടെയെന്ന്. ആ സുധാമാവിനത് തോന്നിയില്ല എന്നാ. അങ്ങനെ അദ്ദേഹം വീട്ടിലെത്തണോ, വന്നു നോക്കുമ്പോൾ കാണുന്നതോ എല്ലാ തരത്തിലുമുള്ള സൗഭാഗ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന കൊട്ടാരം. അദ്ദേഹത്തിന് മനസ്സിലായി ഏരിയ തെറ്റിയിട്ടാ വന്നിരിക്കുന്നത്, ഈ വഴിയല്ല എന്റെ വീട്ടിന്റെ വഴി. മുന്നോട്ട് പോകുമ്പോണ്ട് ഒരു സുന്ദരിയായിട്ടുള്ള ഭാര്യ അങ്ങനെ നടന്നു വരും, സ്ത്രീ നടന്നു വരുന്നു. അവളുടെ ശരീരത്തിലുള്ള വസ്ത്രം, മാല, ഇതൊന്നും കണ്ടിട്ട് അദ്ദേഹത്തിന് തോന്നില്ല എന്റെ ഭാര്യയാണെന്ന്. മുഖം മാത്രം കണ്ടുപരിചയുണ്ട്, കാരണം മറ്റതൊക്കെ പുതിയതായിട്ട് വന്നതാണ്. ഭാര്യ വിളിച്ചു, ബ്രഹ്മൻ നിൽക്കൂ നിൽക്കൂ, ഞാൻ അങ്ങയുടെ പത്നിയാണ്, സുശീലയാണ്, ഇത് നമ്മുടെ ഗൃഹമാണ്, വരൂ എന്നൊക്കെ. അപ്പോഴാണ് അത്ഭുതം മനസ്സിലായത്. ഒരു പിടി അവിൽ ഭഗവാൻ എടുത്ത് കഴിച്ചതിന്റെ ഭാഗ്യമായിട്ട് ഈ സമ്പത്തൊക്കെ വന്നിരിക്കുന്നു. പക്ഷേ ആ സമ്പത്തിന്റെ നടുവിലും സുധാമാവ് പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണ്? തസ്സേവമേ സൗഹൃദ സഖ്യമൈത്രീ ദാസ്യം പുനർജന്മനി ജന്മനി സ്യാൽ മഹാനുഭാവേന ഗുണാലയേന വിഷജ്ജനത്തൽ പുരുഷപ്രസംഗ. ഭഗവാനെ, ഇനിയും ഇനിയും എത്ര ജന്മങ്ങൾ എടുക്കാനും ഞാൻ തയ്യാറാണ്. ജന്മനി ജന്മനി സ്യാൽ, എത്ര ജന്മങ്ങൾ വേണമെങ്കിലും ഞാൻ വരാം. പക്ഷേ അതിലൊക്കെ എനിക്ക് 4 കാര്യങ്ങൾ തന്ന് അനുഗ്രഹിക്കൂ എന്നാണ്. എന്താണത്? മേ സൗഹൃദം സഖ്യം ദാസ്യം. ഭഗവാനെ, എനിക്ക് സൗഹൃദം തരൂ. എന്റെ ഏറ്റവും പരമസുഹൃത്ത് അവിടുന്നല്ലാതെ മറ്റാരുമായി തീരരുത്. എന്റെ സഖാവ്, എന്റെ വിഷമങ്ങൾ പറയാൻ അങ്ങ് മാത്രമേ എനിക്കുണ്ടാവാൻ പാടുള്ളൂ. വേറെ ആരോടും എന്റെ വിഷമങ്ങളും ദുഃഖങ്ങളും പറയാൻ പാടില്ല. അത് തോന്നരുത് എനിക്ക്. അങ്ങനെ എന്റെ ജീവിതത്തിൽ സുഹൃത്തായിട്ടും സഖാവായിട്ടും, അങ്ങനെ സൗഹൃദ സഖ്യം മൈത്രി, എപ്പോഴും എന്റെ സുഹൃത്തായിട്ട് വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ തോന്നിപ്പിച്ച് എനിക്ക് ശക്തി തരുന്ന, ഉണർവ് തരുന്ന, പ്രചോദനം തരുന്നൊരു സുഹൃത്തായിട്ട് ഭഗവാനെ എന്നെ അനുഗ്രഹിക്കൂ. ഞാൻ അവിടുത്തെ ദാസനായിട്ട് ജീവിച്ചുകൊള്ളാം. അവിടുത്തെ ദാസന്റെ ഭാവത്തിൽ ഞാൻ കഴിഞ്ഞുകൊള്ളാം. ഏത് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എന്റെ പ്രഭു തന്ന അനുഗ്രഹങ്ങളാണെന്ന് മനസ്സിലാക്കി ഞാൻ കടന്നുപോയിക്കോളാം. അങ്ങനെയുള്ളൊരു വിവേകം എനിക്കുണ്ടാവാൻ മാനുഭാവേന ഗുണാലയേന, മഹാത്മാക്കളെ പോലുള്ള ആളുകളുമായിട്ട് എനിക്കെപ്പോഴും സംഘമുണ്ടാവട്ടെ. എന്റെ കൂട്ടുകെട്ടെപ്പോഴും എനിക്ക് ഉണർവ് തരുന്നവരായിട്ടുമാവട്ടെ, എനിക്കെപ്പോഴും ശക്തി തരുന്നവരുമായിട്ടാവട്ടെ. അങ്ങനെ ഭഗവാനെ, ആ കൂട്ടുകെട്ടിലൂടെ എനിക്ക് ഭഗവാനുമായിട്ട് സംഘമുണ്ടാക്കാൻ സാധിക്കട്ടെ, എന്റെ മനസ്സിനെ ഉയർത്താൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞ് ആ മഹാത്മാവ് പ്രാർത്ഥിച്ചു എന്നും, പിന്നീട് ആ സമ്പത്തിലൊന്നും മനസ്സ് വയ്ക്കാതെ തന്റെ പ്രശാന്തി നഷ്ടപ്പെടുത്താതെ അദ്ദേഹം ജീവിച്ചു എന്നാണ്. ദാരിദ്ര്യത്തിന്റെ നടുവിലും പ്രശാന്തി, സമ്പത്തിന്റെ നടുവിലും പ്രശാന്തി, ഇത് കൈവരിക്കാൻ സാധിച്ചവനാണ് സുധാമാവ്. അതിലേക്കാണ് ഭാഗവതം നമ്മളെ ഉയർത്തുന്നത്. ഇതൊരു ദരിദ്രന്റെ ദാരിദ്ര്യം തീർത്ത കഥയല്ല, ദാരിദ്ര്യത്തിലും പ്രശാന്തിയിൽ ജീവിച്ചൊരു മഹാത്മാവിന്റെ കഥയാണ് സുധാമാചരിതം. അപ്പൊ ഈ സുധാമാവ് എന്നുള്ള ശബ്ദത്തിന് തന്നെ അർത്ഥം, സു എന്ന ശബ്ദത്തിന് ഭഗവാൻ എന്നാണ് അർത്ഥം. ധാമെന്ന് പറഞ്ഞ കെട്ടിയിടുക എന്നർത്ഥം. ആരുടെ മനസ്സാണോ ഭഗവാനുമായി കെട്ടിയിട്ടിരിക്കുന്നത് അവരാണ് സുധാമാവ് എന്ന് പറയണം. പ്രേമത്തോടുകൂടിയിട്ട് ആരാണോ ഭഗവാനെ മനസ്സിനെ കെട്ടിയിടുന്നത് അവർക്ക് ദാരിദ്ര്യം, ഏത് ദുഃഖത്തിലും ഭഗവൽ അനുഗ്രഹത്താൽ മനസ്സിൽ പ്രശാന്തി കൊണ്ടു നടക്കാൻ സാധിക്കും. മനസ്സിന്റെ താളം തെറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ നമുക്ക് ജീവിക്കാൻ ഒരു പ്രചോദനം ഈ ഭാഗം തന്നുകൊണ്ട് ഇവിടെ ഉപസംഹരിപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. രാധികാ മനോഹര മദന ഗോപാല, രാധികാ മനോഹര മദന ഗോപാല,
രാധികാ മനോഹര മദന ഗോപാല രാധികാ മനോഹര മദന ഗോപാല ദീനവത്സലാ ഹേ രാജഗോപാല ദീനവത്സലാ ഹേ രാജഗോപാല ഭക്തജന മന്ദാര വേണുഗോപാല ഭക്തജന മന്ദാര വേണുഗോപാല മുരളീധരാ ഹേ ഗാനവിലോല മുരളീധരാ ഹേ ഗാനവിലോല രാധികാ മനോഹര മദന ഗോപാല രാധികാ മനോഹര മദന ഗോപാല ദീനവത്സലാ ഹേ രാജഗോപാല ദീനവത്സലാ ഹേ രാജഗോപാല ഭക്തജന മന്ദാര വേണുഗോപാല ഭക്തജന മന്ദാര വേണുഗോപാല മുരളീധരാ ഹേ ഗാനവിലോല മുരളീധരാ ഹേ ഗാനവിലോല ഹരേ രാമ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ മധുരാപുരി സദനാ ഹേ ബാലഗോപാല മധുരാപുരി സദനാ ഹേ ബാലഗോപാല മധുരാപുരി സദനാ ഹേ ബാലഗോപാല മധുരാപുരി സദനാ ഹേ ബാലഗോപാല മനമോഹന മധുസൂദന വിജയ ഗോപാല മനമോഹന മധുസൂദന വിജയ ഗോപാല മനമോഹന മധുസൂദന വിജയ ഗോപാല മനമോഹന മധുസൂദന വിജയ ഗോപാല ബാലഗോപാല വിജയ ഗോപാല ബാലഗോപാല വിജയ ഗോപാല വിജയ ഗോപാല ബാലഗോപാല വിജയ ഗോപാല ബാലഗോപാല ഗാനവിലോല വേണുഗോപാല ഗാനവിലോല വേണുഗോപാല വേണുഗോപാല ഗാനവിലോല വേണുഗോപാല ഗാനവിലോല മധുരാപുരി സദനാ ഹേ വേണുഗോപാല മധുരാപുരി സദനാ ഹേ വേണുഗോപാല ശരണാഗത പരിപാലന വിജയ ഗോപാല ശരണാഗത പരിപാലന വിജയ ഗോപാല ഹരേ രാമ രാമ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ശരണാഗത പരിപാലന വേണുഗോപാല ശരണാഗത പരിപാലന വേണുഗോപാല ശരണാഗത പരിപാലന വിജയ ഗോപാല ശരണാഗത പരിപാലന വിജയ ഗോപാല സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ രാധാരമണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണം ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹരപുത്ര ആശിതവത്സല ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരി ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഇവിടെ അവിൽക്കിഴി നിവേദിച്ചവർക്ക് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം അവിൽക്കിഴി പ്രസാദമായിട്ട് തരുന്നതാണ്. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കാണേണ്ട ഭാഗങ്ങളാണ്. വളരെ വളരെ പ്രധാനപ്പെട്ട താത്വികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഭഗവാന്റെ സമന്ത പഞ്ചതീർത്ഥ കഥ. അതിനുശേഷം പിന്നീട് ഭഗവാന്റെ സഹോദരിയെ അർജുനൻ വിവാഹം കഴിക്കുന്ന സുഭദ്രാഹരണം, പിന്നെ സന്താനഗോപാലൻ കഥ തുടങ്ങി